നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ളത് ആ നെയിമിൽ തന്നെ നൗണാണ്. ഓക്കെ, ആ നെയിമിൽ തന്നെ ഇൻവേഴ്സ് എന്നുള്ള ആ ഐഡിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി, നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ടെന്ന് കരുതി. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിരുന്നു. അതിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്താൽ സ്മോൾ എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയാം. ഇനി നേരെ തിരിച്ച് ഇതേ രൂപത്തിലാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ടി, സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയാം. ഇതാണ് ഇൻവേഴ്സ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഒന്ന് വായിക്കാം. ഇഫ് എഫ് ഓഫ് എസ് represents the Laplace transform of a function f of t, that is Laplace transform of f of t is equal to f of s, we say that f of t is the inverse Laplace transform of f of s. f of t is inverse Laplace transform of f of s, and alright, f of t is equal to Laplace inverse of f of s. അതിന് നമ്മൾ ഇതേ രൂപത്തിലാണ് എഴുതുക. ഇത് വായിക്കുക. f of t is the Laplace transform of f of s. f of t is equal to ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചില ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ചില ജനറൽ ആയിട്ടുള്ള എലമെന്ററി ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻസിന്റെയൊക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം. അപ്പോൾ ആ ലാപ്ലാസ് ട്രാൻസ്ഫോംസിന്റെയൊക്കെ ഇൻവേഴ്സും നമുക്ക് അത് വെച്ചിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s. അതുകൊണ്ട് തന്നെ 1/sന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1. 1/s² ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ടി. കാരണം ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s² ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. e⁻³ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s+3 എന്നുള്ള രൂപത്തിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് 1/s+3 ലാപ്ലാസ് ഇൻവേഴ്സ് e⁻³ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില എലമെന്ററി ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് നമുക്ക് ആ ടേബിളിൽ നിന്ന് തന്നെ കണ്ടെത്താം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s = 1. t⁻n ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? n⁻s⁻n+1. അപ്പോൾ അതിന്റെ n⁻s⁻n+1 ലാപ്ലാസ് ഇൻവേഴ്സ് t⁻n. അതേപോലെ e⁻kt എന്നതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആയിരിക്കും 1/s-a ലാപ്ലാസ് ഇൻവേഴ്സ് ആയിരിക്കും. ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s-a is equal to e⁻at. നെക്സ്റ്റ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് k/s² + k² is equal to sin kt. Laplace inverse of s/s² plus k² is equal to cos kt, and Laplace inverse of k/s² minus k² is equal to sin hkt. Finally, Laplace inverse of s/s² minus k² is equal to cos kt. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുണ്ട് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം. ഓക്കെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ലാപ്ലാസ് ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇവാലുവേറ്റ് L inverse of Laplace inverse of 1/s². First question. Second question, Laplace inverse of 1/s² plus 7. ഈ രണ്ട് ഫംഗ്ഷൻസിന്റെ 1/s²ന്റെയും 1/s² plus 7ന്റെയും ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടെത്താനാണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നിട്ടുണ്ട് നമ്മളെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണേണ്ട ഫംഗ്ഷൻ 1/s⁵ ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എസ് ആയിട്ട് എന്ത് കൊടുക്കുക? 1/s⁵. അപ്പോൾ ടേബിളിലേക്ക് നോക്കാം.
1/s⁻n+1 അല്ലെങ്കിൽ n ഫാക്ടോറിയൽ /s⁻n+1ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്ക് t⁻n ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 1/s⁵ ആണുള്ളത്. അതായത് n+1 എന്താണ് 5 ആണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. Which implies n+1 is equal to 5. So അവിടെ നമുക്ക് എന്ത് എഴുതാം? n is equal to 5 minus 1, that is 4. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s⁵ ആണ് കണ്ടത്. സോ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s⁵ ഈസ് ഈക്വൽ ടു നോക്കുക, നമുക്ക് ഇവിടെ ഒരു n ഫാക്ടോറിയൽ ഉണ്ടെങ്കിൽ, അതായത് n ഇപ്പോൾ 4 ആണ്, ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? t⁻4 ആണ് ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ വരണം. ഓക്കെ, അപ്പോൾ 4 ഫാക്ടോറിയൽ വരുമ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ഫാക്ടോറിയലോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 ഫാക്ടോറിയലിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതാണ് ചെയ്തത്. അപ്പോൾ should be equal to ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ s⁴ +1. ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ കൊടുക്കുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ 4 ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിലും കൊടുക്കുക. ഓക്കെ, 1/4 ഫാക്ടോറിയൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഞാനത് പറയാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് 1/4 ഫാക്ടോറിയലിനെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ 1/4 ഫാക്ടോറിയൽ ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 4 ഫാക്ടോറിയൽ ബൈ s⁴ +1. തൊട്ടുന്നത്തെ ടേബിൾ നോക്കിയാൽ നമുക്ക് എന്തിന് ഈ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 + s⁴ +1 എന്തിന് ഈക്വലാന്ന് പറയാം? t⁻4 ഈക്വലാന്ന് പറയാം 4 ഫാക്ടോറിയൽ 24. അപ്പോൾ 1/24 ഇൻറ്റു t⁻4 ഇതായിരിക്കും ഫൈനൽ ആൻസർ. നെക്സ്റ്റ്, ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s² + 7 should be equal to നോക്കുക s² + 7 ആണ്. അപ്പോൾ ഇതേ രൂപത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ s² + k² അല്ലേ? s² + k² ഉണ്ട്. k/s² + k². ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, പക്ഷെ കോൺസ്റ്റന്റിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഇപ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ്, ഇപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ട് എഴുതണം 7 √7ന്റെ സ്ക്വയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതേ രൂപത്തിൽ എഴുതാം ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ഇവിടെ ഒരു, അപ്പോൾ ഇവിടെ സ്ക്വയർ ഉള്ള, ഇവിടെ k² ആണെങ്കിൽ ഇവിടെ k ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു √7 കൊണ്ട് ന്യൂമറേറ്ററിൽ കൊടുക്കുക, അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഡിനോമിനേറ്ററിലും √7 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/√7 into √7 divided by s² plus √7 square. ഈ √7 1/√7 പുറത്തേക്ക് വരും. 1/√7 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് √7 divided by s² plus √7 square രൂപത്തിൽ എഴുതാം. ഈ ലാപ്ലാസ് ഇൻവേഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് k/s² plus k² എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അതെന്തിന് ഈക്വൽ ആണ്? k ആണെങ്കിൽ sin kt ഈക്വൽ ആണ്. ഇവിടെ kക്ക് √7 ആണ് കൊടുത്ത വാല്യൂ. അപ്പോൾ അതെന്തിന് ഈക്വൽ ആയിരിക്കും? ആ ലാപ്ലാസ് ഇൻവേഴ്സ് sin √7 t ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫൈനൽ ആൻസർ 1/√7 ഇൻറ്റു sin √7 t എന്നുള്ള രൂപത്തിൽ ഫൈനൽ ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻവേഴ്സും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതാണ് എഴുതിയത്, അതൊന്ന് ഓർത്ത് വെക്കുക. അതായത് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ആൽഫ f(s) പ്ലസ് ബീറ്റ g(s) ഈക്വൽ ടു ആൽഫ ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് f(s) പ്ലസ് ബീറ്റ ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് g(s) എന്ന രൂപത്തിലേക്ക് എഴുതാം. അതായത് കോൺസ്റ്റന്റിനോടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സിന്റെ പുറത്തേക്ക് എഴുതാം. പിന്നെ രണ്ട് ഫംഗ്ഷൻസിനെ ആഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ലാപ്ലാസ് ഇൻവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് minus 2s plus 6 divided by s square plus 4. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്ന ഈ ബോക്സിലുള്ള ഫംഗ്ഷൻ പോലെ അല്ല അല്ലേ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ അതേ രൂപത്തിലേക്കൊക്കെ മാറ്റി എഴുതാം. പിന്നെ നമുക്ക് അറിയാം ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2s plus 7 plus 6 divided by s square plus 4. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? നമുക്ക് ന്യൂമറേറ്ററിനെ ഓരോ ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2sന് ഡിനോമിനേറ്റർ കൊടുക്കാം, മൈനസ് 2s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 6 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ഈ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഉണ്ട്, അവിടെ -2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ആദ്യം ഈ ലാപ്ലാസ് ഇൻവേഴ്സിനെ ഈ അഡീഷനിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, ഓരോ ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കോൺസ്റ്റൻസ് ഒക്കെ പുറത്ത് വരും, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റൻസ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ -2 പുറത്ത് വരും, 6ഉം പുറത്ത് വരും. ഓക്കെ, അപ്പോൾ -2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് പിന്നെ നോക്കുക ഇവിടെ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലേ, 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ള രൂപത്തിലായിരിക്കും. അതൊന്ന് എഴുതാം. ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 6 ഓൾറെഡി പുറത്തേക്ക് വന്നു, 6 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു കെയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൈനൊക്കെ ആയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ അതേ രൂപത്തിലേക്ക് മാറ്റാം. അവിടെ 4 ഉണ്ട്, അത് 2 സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് വിൽ ബി ഈക്വൽ ടു 6 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ഞാനിവിടെ 2 കൊടുക്കുന്നുണ്ട്, അതായത് 4ന്റെ സ്ക്വയർ റൂട്ട് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അതായത് 4. അപ്പോൾ ഇവിടെ 2 കൊടുക്കുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ 1/2 വെച്ചിട്ട് കൊടുക്കുക, അതായത് ഡിനോമിനേറ്ററിൽ 2 കൊടുക്കുക. ഇനി ഈ 1/2നെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ 6/2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്നുള്ള രൂപത്തിൽ വരും. അതാണ് കിട്ടുന്നത്. 6/2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 അതായത് 2 സ്ക്വയർ. ഇനി -2 നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 അതായത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അതെന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടേബിളിലേക്ക് നോക്കിയാൽ ഇവിടെ ഉണ്ട്. യെസ്, ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്തിന് ഈക്വൽ ആണ്? കോസ് കെ ടിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? -2 ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 അതായത് 2 സ്ക്വയർ. അപ്പോൾ അതെന്തിന് ഈക്വൽ ആയിരിക്കും? കോസ് 2 ടിക്ക് ഈക്വൽ ആയിരിക്കും. പ്ലസ് 6/2 3, പിന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ 2tക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഫൈനൽ ആൻസർ ഇതേ രൂപത്തിൽ. നെക്സ്റ്റ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ള ഐഡിയ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്ന് നോക്കാം. നമുക്ക് ചിലപ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഫോമും റാഷണൽ ഫംഗ്ഷന്റെ ഫോമും അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷനിലുള്ള ഫോമും നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാനൊക്കെ സാധാരണ എക്സാം ചോദിക്കുക. ഓക്കെ, നമ്മളെ റാഷണൽ ഫംഗ്ഷൻ ഇതേ രൂപത്തിലാണ്. px plus q divided by x minus a into x minus p എന്നുള്ള ഫോമിലാണ്. ഓക്കെ, മുകളിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതായത് px plus q എന്നുള്ള രൂപത്തിൽ ഡിവൈഡ് ബൈ x minus a into x minus p എന്നുള്ള രൂപത്തിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. പിന്നെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റാം? a by x minus a plus b ലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ, അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ px plus q divided by x minus a whole square എന്നുള്ള രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ള റാഷണൽ ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ a by x minus a plus b by x minus a whole square എന്നുള്ള രൂപത്തിലായിരിക്കും. ഇനി ഇവിടെ px square plus qx plus r divided by x minus a into x minus p into x minus c എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ റാഷണൽ ഫംഗ്ഷൻ എങ്കിൽ
അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് പി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി. നെക്സ്റ്റ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നുള്ള ഫോമിലാണ് നമ്മളുടെ റാഷണൽ ഫംഗ്ഷൻ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി. നെക്സ്റ്റ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അവിടെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിക്ക് എന്തില്ല, റിയൽ റൂട്ട്സ് ഇല്ല. അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഡിവൈഡ് ബൈ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഡിവൈഡ് ബൈ എസ് മൈനസ് എ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4. അപ്പോൾ ഏത് രൂപത്തിലാണ് നമ്മളുടെ ഫ്രാക്ഷൻ ഈ ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷൻ എസ്സിലുള്ള ഒരു റാഷണൽ ഫംഗ്ഷനാണ്, അത് ഏത് രൂപത്തിലാണ് വന്നത് നോക്കുക. ഏത് രൂപത്തിലാണ്? ഇതേ രൂപത്തിലാണ് അല്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി. ഇവിടെ എസ്സിലേക്കുന്നു അല്ലേ? എസ്സിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, പിന്നെ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4, അതായത് എസ് മൈനസ് മൈനസ് 4. ഓക്കെ, അപ്പോൾ നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ അതേ രൂപത്തിൽ എഴുതാം. അതായത് നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4. അതിനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും? എ ബൈ എസ് മൈനസ് 1 പ്ലസ് ബി ബൈ എസ് മൈനസ് 2 പ്ലസ് സി ബൈ എസ് മൈനസ് 4 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതാണെങ്കിൽ എ കണ്ടെത്തണം, ബി കണ്ടെത്തണം, സി കണ്ടെത്തണം. ഓക്കെ, അത് കണ്ടെത്താൻ എന്ത് ചെയ്യുക? നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതായത് നമ്മൾ ഈ ടേം എല്ലാ ടേമിൻ്റെയും ഡിനോമിനേറ്റർ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 4 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കി കൊടുക്കുക. അപ്പോൾ ഏതായിട്ട് മൾട്ടിപ്ലൈ ആണ് എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതേ രൂപത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് എ ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 ഒന്നാമത്തെ ടേം, പ്ലസ് രണ്ടാമത്തെ ഈ ടേമിന് ന്യൂമറേറ്റർ എന്താണ്? എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു ഡിനോമിനേറ്റർ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 എന്നുള്ള രൂപത്തിലേക്ക് വരാം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് ഇനി സി മൂന്നാമത്തെ ടേം എസ് പ്ലസ് 4 ആണ് ഡിനോമിനേറ്ററിലുള്ളത്. ഡിനോമിനേറ്ററിൽ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 വരണം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയെഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിയാൽ എല്ലാ മൂന്ന് ടേമിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. അതാണ് ഈ ടേം എ ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഹോൾ ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4. നോക്കുക, ഇവിടെ ഇപ്പോൾ ലെഫ്റ്റിലും ഡിനോമിനേറ്റർ സെയിം ആണ്, റൈറ്റിലും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക? എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് എസ് പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2. ഇത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് കണ്ടെത്താം. ഒരു മെത്തേഡ് കണ്ടെത്താനുള്ള മെത്തേഡ് എന്താ? നമുക്ക് എസിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എസിന് വാല്യൂസ് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം?
എന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് ഫോർ അത് നോൺ സീറോ വരണം, ബാക്കിയുള്ള ടേംസ് ഒക്കെ സീറോ ആയിട്ട് വരണം. അപ്പോൾ എസിന് എന്ത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി? ഇവിടെ എസ് മൈനസ് വൺ ഉണ്ട്, ഇവിടെ എസ് മൈനസ് വൺ ഉണ്ട്. അപ്പോൾ എസ് ഈക്വൾ ഇവിടെ എസ് മൈനസ് വൺ ഇല്ല. അപ്പോൾ എസ് ഈക്വൾ ടു 1 ചൂസ് ചെയ്താൽ ഈ ബി എന്ന ടേമും സി എന്ന ടേമും ഒഴിവായി പോകും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പുട്ട് എസ് ഇസ് ഈക്വൾ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എസ് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 9, അതായത് 16 വരും. റൈറ്റ് സൈഡിലോ ബി വരുന്ന ടേമും സി വരുന്ന ടേമും സീറോ ആയിട്ട് പോകും, കാരണം ഇവിടെ 1 മൈനസ് 1 സീറോ വരും, അഗെയിൻ ഇവിടെയും 1 മൈനസ് 1 സീറോ ആയിട്ട് വരും. ബാക്കി എന്താ ഉണ്ടാവുക? എ ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 4, 1 മൈനസ് 2 മൈനസ് 1 പിന്നെ 1 പ്ലസ് 4 5, അതായത് മൈനസ് 1 ഇൻറ്റു 5 വരും, അതായത് മൈനസ് 5, അതായത് 16 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് 5, അതായത് മൈനസ് 5 എ എന്ന് വരും, അതായത് എ ഈസ് ഈക്വൽ ടു മൈനസ് 16 ബൈ 5 എന്ന രൂപത്തിൽ. ഇനി ഇതേ ഐഡിയ നമ്മൾ ബി കണ്ടെത്താൻ ഉപയോഗിക്കാം. സെയിം ഇക്വേഷൻ എടുക്കുക, അതിൽ ബിന്റെ കോയിഫിഷ്യന്റ് നോൺ സീറോ വരണം, എൻ്റെയും സിന്റെയും കോയിഫിഷ്യന്റ് സീറോ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കൊരു നമ്പറിനെ ചൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് എസ് മൈനസ് ടു ഉണ്ട്, ഇവിടെ എസ് മൈനസ് ടു ഉണ്ട്, ഇവിടെ എസ് മൈനസ് ടു ഇല്ല. അപ്പോൾ നമുക്ക് എസിന് എന്ത് കൊടുക്കാം? എസ് ഈക്വൽ ടു 2 കൊടുത്താൽ നമുക്ക് ബിന്റെ വാല്യൂ കിട്ടും. പുട്ട് എസ് ഇസ് ഈക്വൽ ടു 2, ഇവിടെ എസ് 2 കൊടുത്താൽ നമുക്ക് എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9, 2 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2 പ്ലസ് 9, അത് 25 ഈക്വൽ ടു എന്റെ കോയിഫിഷ്യന്റ് 0 ആയി പോകും, സിന്റെ കോയിഫിഷ്യന്റ് 0 ആയി പോകും. പിന്നെ ബാക്കി ഉണ്ടാവുക ബി ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് 4, 2 മൈനസ് 1 1, 2 പ്ലസ് 4 6, അതായത് 6b വരും, അതായത് 25 ഈസ് ഈക്വൽ ടു 6b, അതായത് ബി ഈസ് ഈക്വൽ ടു 25 ബൈ 6. നെക്സ്റ്റ് ഇതേ ഐഡിയ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എസ് ഈക്വൽ ടു മൈനസ് 4 ആണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. എസ് ഈക്വൽ ടു മൈനസ് 4 കൊടുത്താൽ ലെഫ്റ്റിൽ എസിന് മൈനസ് 4 കൊടുത്താൽ 1 വരും, റൈറ്റിൽ 30c വരും, അതായത് സി ഈസ് ഈക്വൽ ടു 1/30. അപ്പോൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാർഷ്യൽ ഫ്രാക്ഷനിൽ കൊടുക്കാം. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 16/5 ഡിവൈഡ് ബൈ എസ് മൈനസ് 5, അതായത് മൈനസ് ഓഫ് 16/5 ഡിവൈഡ് ബൈ എസ് മൈനസ് 1 പ്ലസ് 25/6 ബൈ എസ് മൈനസ് 2 പ്ലസ് 1/30 ബൈ എസ് പ്ലസ് 4 എന്നുള്ള രൂപത്തിൽ എഴുതാം. എക്കും ബിക്കും സി, ഈ 3 അൺനോൺസിനും വാല്യൂസ് കറസ്പോണ്ട് അതിൻ്റെ വാല്യൂസ് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഇവിടെ എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എൽ ഇൻവേഴ്സ് ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ മതി. ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ പുറത്ത് വരുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 16/5 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 പ്ലസ് 25/6 പുറത്ത് വരും, 25/6 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 2 പ്ലസ് 1/30 പുറത്ത് വരും, 1/30 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 4. 1/s മൈനസ് 1ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് 1/s മൈനസ് എ എന്നുള്ള രൂപത്തിലാണ്. 1/s മൈനസ് എന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഇ റേസ് ടു എ ടി. അപ്പോൾ ഇവിടെ മൈനസ് 16/5 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 will be equal to e raised to t. 1 minus 16/5 into e raised to t plus 25/6 Laplace inverse of 1/s minus 2 will be equal to e raised to 2t. So 25/6 into e raised to 2t plus 1/30 into Laplace inverse of 1/s plus 4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? s minus minus 4 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്തായിരിക്കും? e raised to minus 40, അതായത് 1/30 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 40, അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലാപ്ലാസ് ഇൻവേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാപ്ലാസ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇതേ രൂപം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ രൂപത്തിൽ നമുക്ക് ഫങ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാപ്ലാസ് പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുക, പിന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഇതാണ് നമ്മൾ ലാപ്ലാസ് ഇൻവേഴ്സ് ഇവാലുവേറ്റ് ചെയ്തെടുക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഡെറിവേറ്റീവ്
ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ പറയാനേ ഉള്ളൂ. നമുക്ക് സപ്പോസ് നമുക്ക് എഫ് ഓഫ് ടി ഒരു n ടൈം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, എഫ് ഓഫ് ടി എന്നുള്ള ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ എഫിന്റെ nth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. മോർ ഓവർ നമുക്ക് എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിന്റെ ഡെറിവേറ്റീവ്സിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് കണ്ടെത്താം. അതാണ് ഈ ഇക്വേഷൻ. ട്രാൻസ്ഫോം ഓഫ് എ ഡെറിവേറ്റീവ് if f dash etc f raised to n minus 1 are continuous on closed closed interval 0 infinity and are exponential order, and if nth derivative of f is piecewise continuous on closed interval 0 infinity, then equation Laplace transform of nth derivative of f of t is equal to s raised to n into Laplace transform of f minus s raised to n minus 1 into f of 0 minus s raised to n minus 2 into f dash at 0 etc minus n minus 1th derivative at t equal to 0. അതായത് n minus 1th derivative of f at 0, where f of s is the Laplace transform of f of t. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമുക്ക് എഫ് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എന്താണെന്ന് അറിയാം, എഫ് ഓഫ് എസ്. എഫിന്റെ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എഫിന്റെ ഡെറിവേറ്റീവ്സിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോർ ഓവർ nth ഡെറിവേറ്റീവ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അതായത് nth ഡെറിവേറ്റീവ് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ nth ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള nth ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്താം, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്താം, തേർഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്താം. ഈ 3 ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരിക. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്തണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക, ഇക്വേഷനിൽ n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ്, അതായത് എഫ് ഡാഷ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് റൈസ് ടു 1 ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എസ് റൈസ് ടു n1 മൈനസ് 1, അതായത് എസ് റൈസ് ടു 0, അതായത് 1 ഇൻറ്റു എഫ് ഓഫ് 0. അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്തണമെങ്കിൽ തൊട്ട് മുന്നത്തെ ഈ ഇക്വേഷനിൽ തന്നെ n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ into f of s minus s into f of 0 minus f dash at 0. ഇനി തേർഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടെത്തണമെങ്കിൽ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് തേർഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എസ് ക്യൂബ് എസ് റൈസ് ടു 3 into f of s minus s square into f of 0 minus s into f dash of 0 minus f double dash of 0. നോക്കുക, ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുക, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക.